everyone, welcome back to Students Guide. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യ ബഹിരാകാശ രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും എല്ലാം കൈവരിച്ച നേട്ടങ്ങളെ പരിചയപ്പെട്ടിരുന്നു. ഈ ക്ലാസ്സിൽ നമുക്ക് സാംസ്കാരിക നേട്ടങ്ങളെ പരിചയപ്പെടാം. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ സാംസ്കാരിക മേഖലയിലും വൻ പുരോഗതി നേടുകയുണ്ടായി. വിദ്യാഭ്യാസത്തെ സംസ്കാരവുമായി ബന്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സാംസ്കാരിക വകുപ്പ് 1979 രൂപീകരിച്ച സ്ഥാപനമാണ് സെന്റർ ഫോർ കൾച്ചറൽ റിസോഴ്സ് ആൻഡ് ട്രെയിനിങ്. ഇതിൻ്റെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. അധ്യാപകർക്കും കുട്ടികൾക്കുമായി സാംസ്കാരിക വിനിമയത്തിനുള്ള വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുക എന്നതാണ് ഇതിൻ്റെ ലക്ഷ്യം. ഇന്ത്യക്ക് തനതായ ഒരു സാംസ്കാരിക പാരമ്പര്യമുണ്ടെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇന്ത്യക്കകത്തും പുറത്തും ഇന്ത്യയുടെ സാംസ്കാരിക മുന്നേറ്റത്തിൻ്റെ പ്രോത്സാഹനം ലക്ഷ്യമാക്കി സ്വാതന്ത്ര്യാനന്തരം ധാരാളം സ്ഥാപനങ്ങൾ ആരംഭിച്ചു. അവ ഏതൊക്കെയാണെന്ന് നോക്കാം. 1. സംഗീത നാടക അക്കാദമി. ദി നാഷണൽ അക്കാദമി ഓഫ് ഡാൻസ്, ഡ്രാമ ആൻഡ് മ്യൂസിക് എന്നാണ് ഇത് മുൻപ് അറിയപ്പെട്ടിരുന്നത്. സംഗീതത്തിൻ്റെയും നാടകത്തിൻ്റെയും പ്രോത്സാഹനമാണ് ഇതിൻ്റെ ലക്ഷ്യം. ആസ്ഥാനം ന്യൂഡൽഹിയാണ്. 2. ലളിതകലാ അക്കാദമി. ഇന്ത്യക്കകത്തും പുറത്തും ഇന്ത്യൻ കലകളുടെ പ്രചാരണമാണ് ലളിതകലാ അക്കാദമിയുടെ ലക്ഷ്യം. ഇതിൻ്റെ ആസ്ഥാനവും ന്യൂഡൽഹിയാണ്. സാഹിത്യ അക്കാദമി. ഇന്ത്യൻ ഭാഷാ സാഹിത്യത്തിൻ്റെ ഉന്നമനമാണ് ലക്ഷ്യം. സാഹിത്യ അക്കാദമിയുടെ ആസ്ഥാനവും ന്യൂഡൽഹിയാണ്. നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമ. സംഗീത നാടക അക്കാദമിയുടെ കീഴിൽ സ്ഥാപിതമായി. സ്കൂൾ ഓഫ് ഡ്രാമ എല്ലാ വർഷവും നാടകമേള നടത്തുന്നു. 5. നാഷണൽ ബുക്ക് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ. കുറഞ്ഞ ചിലവിൽ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുക, വായന വളർത്തുക, ഇന്ത്യൻ പുസ്തകങ്ങൾ സ്വദേശത്തും വിദേശത്തും പ്രോത്സാഹിപ്പിക്കുക. ഈ സംഗീത നാടക അക്കാദമിയുടെയും ലളിതകലാ അക്കാദമിയുടെയും സാഹിത്യ അക്കാദമിയുടെയും നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയുടെയും നാഷണൽ ബുക്ക് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെയും ആസ്ഥാനം ന്യൂഡൽഹിയാണ്. നമ്മൾ വിദേശ രംഗത്ത് കൈവരിച്ച നേട്ടങ്ങളെ പരിചയപ്പെടാം. വിദേശ രാജ്യങ്ങളോടുള്ള ഇന്ത്യയുടെ സമീപനം വ്യക്തമാക്കുന്ന നെഹ്റുവിൻ്റെ കുറച്ച് വാക്കുകൾ പരിചയപ്പെടാം. ലോകത്തെ എല്ലാ ജനവിഭാഗത്തിൻ്റെയും സൗഖ്യവും സ്വാതന്ത്ര്യവും ഉറപ്പുവരുത്തുന്ന വലിയ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് എല്ലാവരുമായും സൗഹൃദപരമായ സഹകരണമാണ് നമ്മുടെ ലക്ഷ്യം. ആരുമായും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതിന് ഞങ്ങൾ തയ്യാറല്ലെന്നാണ് ലോകരാജ്യങ്ങളോട് ഉണർത്താനുള്ളത്. സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപപ്പെടുത്തിയ വിദേശ നയമാണ് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ സ്വീകരിച്ചത്. ഇന്ത്യൻ വിദേശ നയത്തിൻ്റെ മുഖ്യ ശില്പി ജവഹർലാൽ നെഹ്റു ആണ്. ഇന്ത്യൻ വിദേശ നയത്തിൻ്റെ പ്രധാന തത്വങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. 1. സാമ്രാജ്യത്വത്തോടും കൊളോണിയൽ വ്യവസ്ഥയോടുമുള്ള എതിർപ്പ്. 2. വംശീയവാദത്തോടുള്ള വിദ്വേഷം. 3. ഐക്യരാഷ്ട്രസഭയിലുള്ള വിശ്വാസം. 4. സമാധാനപരമായ സഹവർത്തിത്വം. 5. പഞ്ചശീല തത്വങ്ങൾ. 6. വിദേശ സഹായത്തിൻ്റെ ആവശ്യകതയിലുള്ള ഊന്നൽ. 7. ചേരിചേരായ്മ. ഇനി എന്താണ് പഞ്ചശീല തത്വങ്ങൾ എന്ന് നോക്കാം. 1954 ചൈനയുമായി അതിർത്തി തർക്കം ഉണ്ടായപ്പോൾ ഇന്ത്യ ചൈനയുമായി ഒപ്പിട്ട കരാറാണ് പഞ്ചശീല തത്വങ്ങൾ. 3ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ് ഇത് നടന്നത്. ജവഹർലാൽ നെഹ്റുവും ചൈനീസ് പ്രധാനമന്ത്രി ചൗ എൻലായിയുമാണ് സംയുക്ത പ്രസ്താവനയിൽ ഒപ്പുവെച്ചത്. ചൈനയുമായി ഒപ്പിട്ട കരാറാണ് പഞ്ചശീലമെങ്കിലും എല്ലാ രാജ്യങ്ങളോടുമുള്ള ഇന്ത്യയുടെ സമീപനം അതുതന്നെയായിരുന്നു. അവയാണ്: 1. രാജ്യത്തിൻ്റെ അതിർത്തിയും പരമാധികാരവും പരസ്പരം അംഗീകരിക്കുക. 2. പരസ്പരം ആക്രമിക്കാതിരിക്കുക. 3. ആഭ്യന്തര കാര്യങ്ങളിൽ പരസ്പരം ഇടപെടാതിരിക്കുക. 4. സമത്വവും പരസ്പര സഹായവും പുലർത്തുക. 5. സമാധാനപരമായ സഹവർത്തിത്വം പാലിക്കുക. 2ാം ലോകയുദ്ധാനന്തരം രൂപീകരിക്കപ്പെട്ട ചേരിചേരാ പ്രസ്ഥാനത്തെക്കുറിച്ച് നമ്മൾ മുൻ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. ഇതിൻ്റെ രൂപീകരണത്തിന് നേതൃത്വം കൊടുത്തതിലൊരാൾ ഇന്ത്യൻ പ്രധാനമന്ത്രിയായി ജവഹർലാൽ നെഹ്റു ആയിരുന്നു. അന്താരാഷ്ട്ര പ്രശ്നങ്ങളിൽ സ്ഥിരമായി ഒരു ചേരിയോടൊപ്പം നിൽക്കാതെ പ്രശ്നത്തിൻ്റെ ശരിതെറ്റുകൾ വിലയിരുത്തി നിലപാടെടുക്കുക എന്ന സമീപനമാണ് ഇന്ത്യ സ്വീകരിച്ചത്. ഇതോടെ ഈ അധ്യായം ഇവിടെ അവസാനിച്ചു. അടുത്തൊരു അധ്യായവുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും വരാം. അതുവരേക്കും ബൈ.